എന്തൊക്കെയാണ് കാണിക്കണേ? എനിക്കറിയാൻ പാടില്ല ലച്ചു. കണ്ടോ അവൻ കാണിക്കുന്നൊക്കെ കണ്ടോ മോളെ? പക്ഷെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടാ. ഇങ്ങനെ കാണിക്കുന്നവരെ കുറിച്ചാ വാർത്തയിലൊക്കെ വരുന്നത്. അമ്മൂമ്മ എന്താ ഉദ്ദേശിക്കണേ? ഇനിയിപ്പോ വയലൻസിലേക്ക് കടക്കും. കണ്ടോ 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 യു കാണിക്കുന്നു കണ്ടോ? എനിക്ക് വയ്യ. അമ്മൂമ്മ ഒന്നും ഉണ്ടായിരുന്നേ അമ്മൂമ്മേ. ലച്ചു, നമുക്ക് ഇവനെ ഏതാ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോലാമാ? ആൻറ്റി ഒന്നും ഉണ്ടായിരി ആൻറ്റി. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. അങ്ങനെയല്ല ലച്ചു, എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ട്. ഇപ്പൊ എങ്ങനെ നമ്മളെ മനസ്സിലാക്കും? ഇതൊക്കെ കാണിക്കണം കണ്ടിട്ട് എനിക്കും എന്തൊക്കെയോ ഇതൊന്നും ആയിരിക്കില്ല. അല്ല ഇപ്പൊ അത് യൂസ് ചെയ്യണോ ഇല്ലേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? അത് അവന്റെ അടുത്ത് ചോദിച്ചാ പോരെ, അവൻ പറയില്ലേ? അതെങ്ങനെ അവന്റെ അടുത്ത് ചോദിച്ചാ? അവൻ ചോദിച്ചാ സത്യം പറയോ? പറയില്ലല്ലേ. லெச்சு, நான் ஒரு ஐடியா சொல்லட்டா? நமக்கு அவனோட பொருள் எல்லாம் போய் பார்க்கலாம். എന്നിട്ട് അതിൽ ഏതാ കിടച്ചെന്നാ നമുക്ക് കൺഫേം പണിக்கலாம். അതൊക്കെ മോശമാണ്. ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ അങ്ങനെയൊന്നും ഇടപെടാൻ പറ്റില്ല. പേഴ്സണൽ സ്പേസിൽ ഇടപെടാത്തതാ ഇപ്പോഴത്തെ പല പിള്ളേരുടെയും പ്രശ്നത്തിന് കാരണം. എന്റെ അമ്മൂമ്മ ആദ്യം ഒന്ന് കരയാതിരി. നമുക്ക് അവന്റെ മുറി ഒന്ന് പരിശോധിക്കാം. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമാവേ? അങ്ങനെ കിട്ടിയാ നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. എന്താ ഹലോ മെർലിൻ, ഇതങ്ങോട്ട് സെറ്റ് ആവണില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ക്രിയേറ്റിവിറ്റി ഒന്നും കൊണ്ട് വരുന്നില്ലെന്നേ. പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര അങ്ങോട്ട് ഇരിക്കും? എനിക്കാണെങ്കിൽ ആ തൊര ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നോക്കാനാ? ആ ശരി, നോക്കാം. കിട്ടുമായിരിക്കുമല്ലേ? ആർക്കറിയാം? നീ എന്തൊരു ഫോട്ടോയുടെ അകത്തൊക്കെ നോക്കണ? അല്ല അമ്മ, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഇതിന്റെ ഇടയിലൊക്കെ ഒളിപ്പിച്ചു വെക്കണത്? അതുകൊണ്ട് നോക്കിയത്. ബെഡിന്റെ താഴെയൊക്കെ കാണൂടെ ചിലപ്പോ. அழாதீங்க அம்மா. മുറിയിലൊന്നും ഇല്ല. ഇവിടെ വല്ലതും കിട്ടിയാ? ഇതിനകത്തോട്ട് നോക്ക്, എല്ലാം പരിശോധിക്ക്. നമുക്കേ അവനൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? എന്റെ കുഞ്ഞിന്റെ ഭാവി പോയി. എന്റെ അമ്മൂമ്മ ഭാവി ഒന്നും പോയിട്ടൊന്നുമില്ല. കൗൺസിലിങ്ങിനൊക്കെ പോകണം നല്ലതാണ് ആക്ച്വലി. ഈ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ഞാൻ എന്തോ പറയാ? അവരൊക്കെ അറിഞ്ഞ വലിയ പ്രശ്നമാ. എന്ത് പ്രശ്നം? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കില്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിന്റെ അവസ്ഥയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് കാണിക്കുന്നത് നല്ലതാണ്.
നീ എന്നെ പഠിപ്പിക്കാൻ വരാതെ ഇതിനകത്ത് വല്ലതും മയക്കുമരുന്നല്ലോ ഇരിപ്പുണ്ടോ നോക്ക് നീ. അമ്മ മിണ്ടാതിരുന്ന അമ്മ ചുമ്മാ മയക്ക് മരുന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കണ.